ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇലയടയാണ്. ഇലയട എന്നത് ഒരു ഇന്ത്യൻ മധുരവും പരമ്പരാഗതവുമായ കേരള വിഭവമാണ്. അപ്പോൾ മധുരമുള്ള വാഴയിലട തയ്യാറാക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ആദ്യം തന്നെ മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ നല്ല വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. അവസാനമായി 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അരിപ്പൊടിയുടെ വറവിന് അനുസരിച്ച് വെള്ളം ചേർക്കുന്നതിൽ മാറ്റം ഉണ്ടാകും കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ആവശ്യമായി വന്നുള്ളൂ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് അധികം ലൂസാക്കാതെ ചെറിയ കട്ടിക്ക് തന്നെ മാവ് തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായി ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 1/4 കപ്പ് ശർക്കരപ്പാനി ചേർക്കാം. പിന്നെ ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കുമ്പോൾ ചെറിയ പീസ് കറുകപ്പട്ടയും 1 ഏലക്കായും ചേർത്താൽ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. പിന്നെ ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇത് തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ നാളികേരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ ശർക്കരപ്പാനി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ 1 നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് വേണ്ടത് കുറച്ച് വാഴയിലയാണ്. അത് കഴുകി വൃത്തിയാക്കി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില വെച്ച് കൊടുത്ത് മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത് വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിംഗ് ഒരു വശത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2ആയി മടക്കി കൊടുക്കാം. ശേഷം ഇതുപോലെ 3 വശവും മടക്കി കൊടുക്കാം. അങ്ങനെ ഇലയടയ്ക്കുള്ളത് തയ്യാറായിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്ത് തീർക്കാം. ആവി കൊടുക്കാനായി ഞാനിവിടെ ഒരു ആവിപാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായി ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച് ഇലയട വെച്ച് കൊടുക്കാം. ശേഷം മൂടി വെച്ച് ആവി കൊടുത്ത് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ ഇലയട തയ്യാറായിട്ടുണ്ട്. പിന്നെ ചൂടാറിയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇലയിൽ നിന്നും അട വേർതിരിച്ചെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ഇലയട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇലയട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.